കണ്ണൂരിലെ ചിറക്കൽ രാജകുടുംബത്തിൻ്റെ ചിറയക്കരികിലുള്ള കേരള ഫോക്ക്ലോർ അക്കാഡമിയിലാണ്. ഇതിലൊരുപാട് സംഗതികൾ ഇപ്പം മ്യൂസിയം ഉണ്ട്, അതേപോലെ നിരവധി സംഗതികൾ ഇതിനകത്ത് നല്ല കാര്യങ്ങൾ അറിയാനുള്ള സംഗതികളുണ്ട്. വാ നമുക്ക് ചെന്ന് നോക്കിയാലോ. അക്കാഡമിക്കുള്ളിൽ ചെറുശ്ശേരിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു മണ്ഡപമാണിത്. വളരെ ഭംഗിയായിട്ട് ഇത് ഇവിടെ സെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അക്കാദമിയുടെ കേന്ദ്രം തന്നെ ചെറുശ്ശേരിയുടെ ഭവനമായിട്ടാണ്. പിന്നീട് അതാണ് ഫോക്ക്ലോർ അക്കാദമി. ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയും അത് ചുമരിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ പറയിപെറ്റ പന്തിരകുലത്തിലെ എല്ലാ കുലങ്ങളെയും നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചുമർ ചിത്രങ്ങൾ കൊണ്ടും ചുമർ ശില്പങ്ങൾ കൊണ്ടും വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വളരെ പ്രമാദമായിട്ടുള്ള പറയിപെറ്റ പന്തിരുകുലം അത് വളരെ വളരെ ഗംഭീരമായിട്ട് നോക്കി ഇവിടെ പിന്നെ ചുമരിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഇതായിട്ട് വരരുചിയെ കുറിച്ചാണ് ആദ്യത്തെ ഇലക്ഷൻ. വളരെ മനോഹരമായിട്ടുണ്ടല്ലേ, ശരിക്കും പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ എല്ലാ നല്ല വിഷ്വലൈസേഷനോട് ആകർഷകമാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത പറയിപ്പെണ്ണ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവരിത് ചെയ്തിരിക്കുന്നത് ഇവരുടെ അക്കാഡമിയുടെ ചുമരിൽ തന്നെയാണ്. ഇനി അടുത്തത് കാണാനുള്ളത് മേഴത്തോഴൻ അഗ്നിഹോത്രി. ഇതൊരു ഋഷി പാരമ്പര്യം ഉള്ള ഇതിൽപ്പെട്ട ഒരാളാണ് അഗ്നിഹോത്രി. പിന്നെ അകവൂർ ആരാണ്? ചാത്തൻ എന്ന് പറയുന്നത്. അകവൂർ ചാത്തൻ. എല്ലാത്തിലും ഈ മൃഗങ്ങളും മനുഷ്യനും അതേപോലെ അങ്ങനെ കുറേ സംഗതികൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം പ്രകൃതിയും ആയിട്ടുള്ള ഷെയറിങ്. ഇത് അടുത്തത് വരുന്നത് രാജകൻ തന്നെയല്ലേ? രചകനാണ് കേട്ടോ വരുന്നത്. അപ്പം രചകൻ കഴുതപ്പുറത്ത് എന്തായാലും എന്നാണ് സംഭവം എന്ന് വെച്ചാൽ എന്തായാലും വസ്ത്രങ്ങൾ അലക്കുന്ന അതിൻ്റെ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അടുത്തത് വരുന്നു കാരക്കലമ്മ. സംഗീത ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓരോ തരത്തിലുള്ള കലകൾ ഓരോ തരത്തിലുള്ള പ്രവൃത്തികളുമായിട്ടാണ് ശരിക്കും പന്തീര് അല്ലേ, അങ്ങനെയാണ് അതിൻ്റെ ഘടന കിടക്കുന്നത്. പിന്നെ ഇതാ വരുന്നു പാണനാർ. ഇതാണ് പാണനാർ എന്ന് പറയുന്ന അത് ഇലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ രസമായിട്ടാണല്ലേ. വളരെ ചുള്ളനാണ് പാണനാർ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. നല്ല കോടയും ഓലക്കുടയൊക്കെ ആയിട്ട് പാണനാർ ചരിതം അതൊക്കെ നമ്മൾ വളരെ മുമ്പ് പഠിച്ചിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഉപ്പുകുറ്റൻ അല്ലേ? ഉപ്പുകുറ്റൻ. ഓക്കെ. അപ്പം എന്തായാലും ഇതിൽ രണ്ട് പേരുണ്ട് ഉപ്പുകുറ്റനിൽ. വള്ളോൻ എന്ന് പറയുന്നത് ഭയങ്കര രസം. അടുത്തത് വെള്ളോനാണ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള പോപ്പുലറായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇതായിരുന്നു പാക്കനാർ എന്ന് പറയുന്നത്. പാക്കനാർ വളരെ പോപ്പുലറാണ് നമ്മുടെ ഇടയിൽ. കൂടുതൽ അദ്ദേഹത്തെ പാക്കനാർ ചരിതം, പാക്കനാറിൻ്റെ കഥകൾ. പിന്നെയുള്ളത് പുളയന്നൂർ പെരുന്തച്ചൻ. ഇതാണ് പെരുന്തച്ചൻ. അതായത് പറയിപെറ്റ പന്തിരകുലത്തിലെ വളരെ വിഖ്യാതനായ മറ്റൊരു കഥാപാത്രം തന്നെയാണ് പെരുന്തച്ചൻ. ഇതൊക്കെ തന്നെ വളരെ ഗംഭീരമായിട്ട് ഇവിടെ തന്നെ വളരെ വിശാലമായിട്ടും വളരെ കൃത്യമായിട്ടും ഇതിനെ ഇവിടെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വടുതല നായർ എന്ന് പറയുന്നത്. ഓക്കെ. എന്തായാലും ഒരു പോരാളിയുടെ വലിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും അതും ഒരു കലയിൽപ്പെട്ടതാണല്ലേ, പോരാട്ടം എന്ന് പറഞ്ഞാൽ. അടുത്തതാണ് നമുക്ക് ഏവർക്കും സർവത്ര സുപരിചിതനായിട്ടുള്ള, എപ്പോഴും ആളുകൾ ട്രോളും ഒക്കെ ആയിട്ട് കോമഡിയൊക്കെ ആയിട്ട് വരുന്ന നാറാണത്ത് ഭ്രാന്തൻ. കാണാത്തവർ കണ്ടോളൂ കേട്ടോ. ഇതാണ് നാറാണത്ത് ഭ്രാന്തനെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നാറാണത്ത് ഭ്രാന്തൻ. ഓക്കെ. അടുത്തത് വരുന്നത് ഒരു ദേവതാ സങ്കല്പം വായില്ല കുന്നിലപ്പൻ. അത് എനിക്ക് തോന്നുന്നു വായില്ല കുന്നിലപ്പൻ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ അതിനൊരു ആരാധന സ്ഥലം കൂടി ഉണ്ടെന്ന് തോന്നുന്നു, ക്ഷേത്രം കൂടി ഉണ്ടെന്ന് തോന്നുന്നു, വായില്ല കുന്നിലപ്പൻ. ഇത്രയാണ് പറയിപെറ്റ പന്തിരകുലത്തിൻ്റെ വളരെ രസകരമായിട്ടുള്ള കഥകളുടെ ഒരു ചെറിയൊരു എപ്പിസോഡാണ്. പെട്ടെന്ന് ഇത് ചെയ്യാൻ തോന്നിയാണ്.
ഇവിടെ എൻ്റെ കൂടെ ഇതാ കണ്ണൂരിൽ നിന്നുള്ള രഞ്ജിത്ത് എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക്സ് രഞ്ജിത്ത്, ഇത്രയും നന്നായിട്ട് ഷൂട്ട് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. ഓക്കെ, സി യു, ബൈ ബൈ.